മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയുടെ 7ാം മാസത്തെ ചടങ്ങിന്റെ ഭാഗമായി തന്നെ ഒരുക്കങ്ങൾ തുടങ്ങാനായിട്ട് ലേഖയും അനന്തവും കണ്ണനും മഹിയും മഞ്ജുവും സാഗറും എല്ലാവരും തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ മഹിയെ കണ്ണന്റെ വീട്ടിലേക്ക്, അതായത് കമലേശ്വരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് കണ്ണൻ തീരുമാനിക്കുകയാണ്. എന്തായാലും ഈ സമയം ലേഖയും അനന്തവും പതിവ് പോലെ തന്നെ അവരുടെ വിഷമം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മഹിയുടെ വീട്ടിലേക്ക് പോകണമോ അതോ ലേഖയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരണമോ എന്നുള്ള കാര്യം ആലോചിക്കാമെന്നൊക്കെ കണ്ണൻ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ കമലേശ്വരത്തിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് ദുർഗയോടും അതുപോലെ ഉണ്ണിയോടായിട്ട് പറയണം, ഞാനും എൻ്റെ ഭർത്താവും കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാകും. കാരണം മറ്റൊന്നല്ല, ഏട്ടത്തി ഇനി കുറച്ച് ദിവസം ഇവിടെ ആയിരിക്കും. അറിയാലോ, ഏട്ടത്തിക്ക് ഇപ്പോ 7ാം മാസമായി. അതിന്റെ ചടങ്ങ് ഈ വീട്ടിൽ വെച്ച് തന്നെ നടത്തണം. കാരണം ഈ വീട്ടിലെ ആദ്യത്തെ പേരക്കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും മുറപ്രകാരം മാത്രമേ നടക്കാൻ പാടൂ. അതുകൊണ്ട് 7ാം മാസത്തെ ചടങ്ങ് അതീവ ഗംഭീരമായി തന്നെ നടത്താനായിട്ട് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, അതിനിപ്പോ ഞങ്ങൾ എന്ത് വേണമെന്ന്. നിങ്ങളൊന്നും വേണ്ട, നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോകാം. ഓ, അപ്പോ എല്ലാവരും ചേർന്ന് ഞങ്ങൾ ഇവിടെ നിന്നും ആട്ടിവിടാനാണോ വന്നിരിക്കുന്നത്? അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷേ ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്നു എന്ന് അറിയിക്കാൻ കൂടിയിട്ടാണ് വന്നത്. പിന്നെ ഞാനും എൻ്റെ ഭർത്താവും ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല എന്നിങ്ങനെ ഉണ്ണിയെ നോക്കിക്കൊണ്ട് മഞ്ജു പറയുന്നുണ്ട്. അതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. കാരണം ഇതെന്റെ ഏട്ടന്റെ വീടാണ്. എനിക്കിവിടെ ഇഷ്ടം പോലെ എന്തും ചെയ്യാം. പിന്നെ മഹിയേടത്തി ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഏട്ടത്തിയെ എന്തെങ്കിലും ചെയ്യാമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചേക്ക്. ഇനിയും ഏട്ടത്തിയെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാന് അമ്മയുടെ ഈ നിൽക്കുന്ന മകൻ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം മാറ്റി വെച്ചേക്കാനായിട്ടാ ഞാൻ പറഞ്ഞത്. എങ്ങനെ മഞ്ജു പറയുന്നു, നീ കുറച്ച് അതിക്രമിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു അതിക്രമമില്ല ഏട്ടാ. ഏട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞതെന്ന് എങ്ങനെ മഞ്ജു പറയുന്നു. പിന്നീട് കണ്ണനെ കാണാനായിട്ട് പോവുകയാണ്. കണ്ണേട്ട, നമുക്ക് ഏടത്തിയെ വിളിക്കാനായിട്ട് പോണം. ഇന്നു മുതൽ അയാൾ ഇവിടെയല്ലേ, അതിന്റെ ഒരു സന്തോഷം എനിക്കില്ലാതില്ല. പിന്നെ നീ ആ പ്രതാപന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോ അയാളുടെ കാര്യങ്ങൾ ഏകദേശമൊക്കെ ഞാൻ അറിഞ്ഞു. അയാൾക്ക് അങ്ങനെ തന്നെ വേണം. കാരണം മകളുടെ വീട്ടുകാരുടെയൊക്കെ തന്നെ അഹങ്കാരം അത്രത്തോളം ഉണ്ടല്ലോ. എന്തായാലും സമനില തെറ്റിയിട്ടല്ലേ ഉള്ളൂ, അയാള് മരിച്ചൊന്നും പോയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവും കളിയാക്കുന്നു. പിന്നീട് അവരൊട്ടും വഴുകാതെ അനന്തുവിന്റെയും ലേഖയുടെയും വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ മഹിയാണെങ്കിൽ അവരെയും കഥ നിൽപ്പുണ്ട്. അങ്ങനെ മഹി അവരെ കാണുമ്പോൾ തന്നെ സന്തോഷത്തോടെ വരികയാണ്. എന്നിട്ട് അനന്തുവിനോടും ലേഖയോടും കടൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, വളകാപ്പ് കഴിഞ്ഞതിന് ശേഷം ഇയാളും ഇയാളുടെ അമ്മയും എന്താണോ പറയുന്നത് അതിനനുസരിച്ച് തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവന്നാക്കാം. അല്ലെങ്കിൽ കുറച്ച് ദിവസം മുറപ്രകാരം അയാളുടെ വീട്ടിൽ പോയി നിൽക്കുമെന്നൊക്കെ പറയുമ്പോൾ അനന്തവും ലേഖയും പറയുന്നുണ്ട്, അവിടെ ചെന്ന് നിൽക്കുന്നത് ഇപ്പോ അപകടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇപ്പോ കരുണയും ദിവസം അവിടെ തന്നെയുണ്ട്. പ്രതാപം മാത്രമേ സമനില തെറ്റിയിട്ടുള്ളൂ. അയാളിപ്പോ എന്താ ചെയ്ത് കൂട്ടുന്നതെന്ന് പോലും അയാൾക്ക് തന്നെ അറിയില്ല. ആ ഒരു സാഹചര്യത്തിൽ മഹി അങ്ങോട്ട് വിട്ടയക്കാത്തതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ് അനന്തു അത് തടയണം. എന്തായാലും പ്രതാപൻ തന്നെ വീണ്ടും വിളിച്ച കാര്യങ്ങളും മറ്റൊക്കെ തന്നെ അനന്തുവിനോട് ലേഖയോടും വീണ്ടും കണ്ണൻ പറയുന്നുണ്ട്. ഈ സമയം അത് കേൾക്കുമ്പോൾ തന്നെ മഹിക്കാണെങ്കിൽ വല്ലാത്തൊരു വെപ്രാളമാണ് ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കുന്ന അനന്തവും ലേഖയും ആ ഒരു ടോപ്പിക്ക് മാറ്റുകയാണ്. എന്തായാലും വളകാപ്പും കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഭംഗിയായി തന്നെ നടത്തണം കണ്ണേട്ട. ശത്രുക്കളുടെ കണ്ണ് മഞ്ഞളിക്കണം. പിന്നെ മഞ്ജു, നിന്നോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. മഹിയെ നന്നായി നോക്കണം. നീ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ അവർക്ക് കൊടുക്കാൻ പാടൂ. അറിയാലോ, 7ാം മാസമായി. ഇനി എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി പേടിക്കാതെ ഇരിക്കെ, ഞാൻ മഹിയെടുത്തിയെ നന്നായി നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ ലേഖയെ ആശ്വസിപ്പിക്കുന്നു. എന്തായാലും മഹാലക്ഷ്മിയുമായിട്ട് കണ്ണനും സാഗറും മഞ്ജുവും ഇറങ്ങുന്നുണ്ട്. ലേഖയും അനന്തവും അവരെ യാത്ര അയക്കുന്നു. പിന്നീട് പ്രതാപനാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ കരുണയോടും മുത്തശ്ശിയോടും മോഹിനിയോടുമായിട്ട് തന്റെ തീരുമാനം പറയുകയാണ്. മഹാലക്ഷ്മിയുടെ 7ാം മാസത്തെ ചടങ്ങാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. മുറപ്രകാരം തന്നെ അവൾ അമ്മയുടെ വീട്ടിലേക്ക് വരണം. അതായത് ഈ കരുണാലയത്തിലേക്ക്. ഇവിടെ വന്ന് അവളിവിടെ ഇരിക്കണം. എങ്കിലേ കണ്ണൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുവുള്ളൂ. അപ്പൊ എനിക്ക് കണ്ണനെ കാണാം, സത്യങ്ങൾ പറയാം. അപ്പോ എല്ലാം കൊണ്ടും സൗകര്യമായി. മോഹിനി, നീ കേട്ടല്ലോ, നിന്റെ മകളുടെ പ്രസവം ഇവിടെ വെച്ച് നോക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ മോഹിനിയും കരുണയും മുത്തശ്ശിയും അത് തടയുകയാണ്. അതെന്തായാലും നടക്കില്ല. കണ്ണൻ എന്തായാലും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി തടയിടുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിനക്ക് വട്ടുമൂത്തെന്ന് കരുതിയിട്ട്
ഇങ്ങനെ ഓരോന്ന് വിളിച്ചു കൂവല്ലേ, മഹാലക്ഷ്മിയുടെ പ്രസവവും മറ്റൊക്കെ തന്നെ അവർ നോക്കിക്കോളും, ഇവിടെ ആരും അതിന് മുതിരാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപന് വഴക്ക് പറയുകയാണ്. പിന്നീട് വാമദേവനാണെങ്കിൽ ഇപ്പോഴത്തെ പ്രതാപന്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയാനായിട്ട് കരുണാലയത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയം പ്രതാപൻ അയാളോട് വളരെ മോശമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും. അങ്ങനെ വെറുത്ത് വാമദേവനാണെങ്കിൽ അവിടെ നിന്നും കാർ എടുത്ത് തിരിച്ചു പോകുന്നുണ്ട്. പോകുന്ന വഴിക്കാണ് വാമന ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അതായത് നടു റോഡിൽ വെച്ച് വിശ്വനാഥനാണെങ്കിൽ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇത് കാണുന്ന വാമദേവന്റെ ആ ഒരു കൺട്രോൾ പോയിട്ട് കാറാണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തുന്നുണ്ട്. എന്തായാലും ഈ സമയം വാമദേവൻ ഒരുപാട് പേടിക്കുന്നു. കാരണം പ്രതാപനോടൊപ്പമുള്ള വിശ്വനാഥൻ ഇനിയിപ്പോ തന്നോടൊപ്പം ആയിരിക്കുമോ എന്നുള്ളൊരു പേടി അയാൾക്ക് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.